ഹലോ ഫ്രണ്ട്സ്, 2025 സെക്ഷൻ കൺട്രോളറിന്റെ CBT-1 റിസൾട്ട് ഏതാനും ദിവസം മുന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ പുതിയ ഒരു നോട്ടീസുമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 2026 അതായത് ഈ വരുന്ന കലണ്ടർ ഇയറിലെ സെക്ഷൻ കൺട്രോളറിന്റെ വേക്കൻസി ചാർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. സെക്ഷൻ കൺട്രോളറിന് 2026 119 ഒഴിവുകൾ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം 368 ഒഴിവുണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ 119 ഒഴിവുകളിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഒഴിവുകൾ കൂപ്പുകുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, സെക്ഷൻ കൺട്രോളർ എക്സാം 2025 റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് നമ്മുടെ ചെന്നൈ RRB ആയിക്കോട്ടെ, ട്രിവാൻഡ്രം RRB ആയിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഇതെല്ലാം 90+ ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 368 ഒഴിവുകൾ ഉണ്ടായിരുന്ന സമയത്താണ് 90+ കട്ട് ഓഫുമായിട്ട് ഈ പറയുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇപ്പോൾ അതിൻ്റെ 1/3 ഒഴിവുകൾ, 119 ഒഴിവുകൾ മാത്രമാണ് 2026 കലണ്ടർ ഇയറിൽ സെക്ഷൻ കൺട്രോളറിന് RRB പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ അധികം താമസിയാതെ തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കൈവശം ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങളുടെ കൈവശം ഡിഗ്രി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായപരിധി 20 വയസ്സിനും 33 വയസ്സിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ, 20-33 ഇടയിലുള്ള UR EWS കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, SC/ST കാർക്കാണെന്നുണ്ടെങ്കിൽ അധികം 5 വർഷവും, OBC കാർക്കാണെങ്കിൽ അധികം 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പർ ഏജിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് A2 ആണ്. ഓൾറെഡി 2025 ഈ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ അടുത്തുണ്ട്. 2026 എക്സാം വീണ്ടും വിളിക്കാനായിട്ട് പോകുന്നു. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. റെയിൽവേ എക്സാംസിന്റെ RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകളുടെയും എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും കൃത്യമായി, ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്ന ഒരു ചാനലാണ് സ്കോർ റെയിൽവേ മലയാളം എന്ന് പറയുന്നത്. സെക്ഷൻ കൺട്രോളർ 2026 വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ കോഴ്സിന്റെ കൂടെ തന്നെ ചേർന്ന് ഈ വർഷത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സോണൽ റെയിൽവേയിലും എത്ര ഒഴിവുകളാണ് ഉള്ളതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇതിൽ നമ്മുടെ സദേൺ റെയിൽവേ എന്ന് പറയുന്നത് ഈ കാണുന്ന 12ാമത്തെ നമ്പറിലാണ് ഇരിക്കുന്നത്. 12ാമത്തെ നമ്പറിൽ 13 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സദേൺ റെയിൽവേ എന്ന് പറയുന്ന ഈ റെയിൽവേയുടെ കീഴിലാണ് എന്ത് വരുന്നത്, RRB ട്രിവാൻഡ്രം വരുന്നത്. അതിൻ്റെ കീഴിൽ തന്നെയാണ് RRB ചെന്നൈയും വരുന്നത്. ഓക്കെ, ഇനി 2025 കണക്ക് പ്രകാരം 25 നോട്ടിഫിക്കേഷൻ പുറത്തു വിട്ടപ്പോൾ RRB ട്രിവാൻഡ്രത്ത് നമുക്ക് എത്ര ഒഴിവാണ് ഉണ്ടായിരുന്നത്? 19 ഒഴിവാണ് ഉണ്ടായിരുന്നത്. RRB ചെന്നൈയിൽ എത്ര ഒഴിവാണ് ഉണ്ടായിരുന്നത്? 5 ഒഴിവാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആകെ മൊത്തം സദേൺ റെയിൽവേയിൽ എത്ര ഒഴിവാണ് ഉണ്ടായിരുന്നത്? 24 ഒഴിവാണ് ഉണ്ടായിരുന്നത്. ഈ 24 ഒഴിവിൽ നിന്നാണ് ഇപ്പൊ എങ്ങോട്ട് വന്നിരിക്കുന്നത്, 13 ഒഴിവിലേക്ക് 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒഴിവുകൾ കുറഞ്ഞിട്ടുള്ളത്. 24 ഇപ്പൊ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന RRB ട്രിവാൻഡ്രം 19 ഒഴിവാണ്, RRB ചെന്നൈ 5 ഒഴിവാണ്. പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് കട്ട് ഓഫ് കൂടുതൽ എവിടെയായിരുന്നു? RRB ട്രിവാൻഡ്രത്തായിരുന്നു. RRB ട്രിവാൻഡ്രത്തിൽ 96 അടുപ്പിച്ച് കട്ട് ഓഫ് വന്നപ്പോൾ RRB ചെന്നൈയിൽ 94 അടുപ്പിച്ചാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. എനിവേ, കട്ട് ഓഫ് അനാലിസിസും സിലബസും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുക. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ 2 ദിവസത്തിനകത്ത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. May 15 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ മാസം അവസാനമാകുമ്പോഴേക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3, ടെക്നീഷ്യൻ ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നുണ്ടായിരിക്കും. ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ ആയിട്ട് നമുക്ക് സെക്ഷൻ കൺട്രോളറിന്റെ നോട്ടിഫിക്കേഷനും എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ റെയിൽവേ കലണ്ടർ ഇയർ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പഠിക്കുക, മുന്നേറുക, ജോലി നേടാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.